ഇന്നിപ്പോൾ ഉച്ചത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കണ പണിയിലാണ് കേട്ടോ. ഞങ്ങളിവിടെ വെജിറ്റേറിയൻസ് ആയതുകൊണ്ട് തന്നെ 2-3 തരം കറികൾ ദിവസവും നിർബന്ധമാണ്. അപ്പോൾ ഞാനിതാ കോവയ്ക്കാണ് കേട്ടോ ഉപ്പേരി വയ്ക്കുന്നത്. ഉള്ളിയും പച്ചമുളകും കൂടി കടുക് വറുത്തിട്ട് അതിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ കോവയ്ക്കയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അധികം ഉപ്പേരികൾ വെക്കുമ്പോഴും വെള്ളം ഒഴിക്കാതെയാണ് വെക്കുക. ജസ്റ്റ് ഒന്ന് വെള്ളം തളിച്ച് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ അതൊന്ന് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ തീയൊന്ന് കുറച്ച് വെച്ചിട്ട് അങ്ങനെ വേവിക്കുകയാണ് ചെയ്യുക. പിന്നെ കറിയായിട്ടൊന്ന് മോര് കറിയാണ്. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങയും മത്തങ്ങയും കുറച്ച് മുളകും മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ നേരം കൊണ്ട് ചോറ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം ഇങ്ങോട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ചോറ് കുറച്ച് ഊറ്റിയിട്ടിട്ട് പിന്നെ വേഗം അടുപ്പത്തേക്ക് കറി അങ്ങോട്ട് വെക്കുകയാണ് ചെയ്തത്. പിന്നെ അതിലേക്ക് തേങ്ങ അരച്ച് ഒഴിക്കുമ്പോൾ ഞാൻ കുറച്ച് ജീരകവും കുരുമുളകും കൂടി തേങ്ങയിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതാ 2-3 ദിവസമായിട്ട് കണ്ടുവച്ചിട്ടുള്ളതാണ് കേട്ടോ. മത്തൻ്റെ ഇല കുറച്ച് ഇലയെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ, നല്ല മൂത്തത് പറ്റില്ലല്ലോ. അപ്പോൾ ഞാനൊരു 5-6 ഇല എടുത്തിട്ടുണ്ട്. എനിക്കാണെന്ന് വെച്ചെങ്കിൽ ഇലക്കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഒന്നായപ്പോൾ അതുകൊണ്ട് എടുത്തിട്ട് വന്നതാണ്. ഏതായാലും അതിൽ കായൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല, കാരണം അവിടെ വിത്ത് പടുമുളക്കിയ പറയില്ല, അങ്ങനെ മുളച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാനതൊന്നും ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മുടെ കറി ആയി കഴിയുമ്പോൾ ഞാൻ വേഗം തേങ്ങ അരച്ചൊഴിച്ചു കേട്ടോ. പിന്നെ അതൊന്ന് തിള വന്നതിന് ശേഷമാണ് മോരൊഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മോര് കറി റെഡിയായിട്ട് അത് വേഗം വറുത്തിടുകയും ചെയ്തു. പിന്നെ നമ്മുടെ ഇലക്കറി താളിപ്പിടുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ ഉച്ചത്തേക്കുള്ള ഏകദേശം കറികളും പണികളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ളൂ. നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിരിക്കും, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.